അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് പ്രേമലത. ഞാൻ എൻ്റെ ആങ്ങള സേതുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട് നെമ്മാറിൻ്റെ അടുത്തുള്ള വിത്തനശ്ശേരി നിന്നാണ് ഞാൻ വരുന്നത്. അവന് 2 വർഷമായി കാലിൽ നീര്. ഞാൻ ഇടയ്ക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തരും. എൻ്റെ കാലിൽ നീര് മാറ്റി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കും. അവർ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ ഇവരെന്നോട് മിണ്ടില്ലായിരുന്നു. അങ്ങനെയായി കുറേ 1 വർഷം 2 വർഷമായപ്പോഴുണ്ട് ഇവന് കൂടി 2 കിഡ്നിയും ഇവനില്ല, കുടലും ഒന്നും ആഹാരമൊന്നും കഴിക്കാൻ പറ്റാണ്ടായി. എല്ലാ ആശുപത്രിയിൽ നിന്ന് മടക്കി വീട്ടിൽ വന്ന് കിടത്തി. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു കൂട്ടക്കളം കതിര് ധനുമാസം 1-ാം തീയതി ഒരു കൂട്ടക്കളം കതിരിന് ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ അവൾ കാണാൻ പോണവരൊക്കെ അവന് ഒരു തുള്ളി ഇളനീര് വെള്ളം മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5-ാമത്തെ ദിവസമാണ് ഇവൻ കിടക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ മരണ വീട്ടിൽ നിൽക്കുമാതിരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മിണ്ടില്ലായിരുന്നു. ഞാൻ വേഗം പോയി അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല പ്രാർത്ഥിക്കാൻ തമ്പുരാനെ, എന്നാലും ലൂക്കയുടെ സുവിശേഷം 7:7 നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ നിമിഷം എൻ്റെ സഹോദരൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരേ കരച്ചിൽ കരഞ്ഞു. ഈ ജനങ്ങളെല്ലാവരും ഓടിക്കൂടി. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് സന്ധ്യയായപ്പോൾ ഇവൻ ഈ കിടന്നവൻ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ജനങ്ങൾക്ക്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ജനങ്ങൾക്ക് അത്ഭുതമായി ആ ഭാഗത്തുള്ളവർക്ക്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം നേരം 5 മണിയായപ്പോൾ അവനങ്ങനെ എനിക്ക് ചായ വേണം പറഞ്ഞു. ഞാൻ അപ്പോഴും കൊന്ത കയ്യിൽ നിന്ന് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല, കരുണ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഈശോയെ ഞാൻ പാവിയാണ്, എനിക്കൊന്നും അറിയില്ല, എങ്കിലും അവനെ സുഖപ്പെടുത്ത് പറഞ്ഞ് രാത്രി നേരം വെളുക്കുന്നവരെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്നിപ്പോൾ അവനെല്ലാം ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ആവശ്യങ്ങളെല്ലാം തരാൻ തുടങ്ങി. അവൻ ആഹാരം കഴിക്കാനും ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് അവൻ നടക്കണു. ഈശോയിന് കോടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. കർത്താവേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. 2 കിഡ്നിക്കാണ് പ്രോബ്ലം. അവന് കിഡ്നിയിൽ പ്രോബ്ലം, 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു. കുടലിൽ ആഹാരം കഴിക്കാനും പറ്റില്ല. ഇവർ തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു. ഇവർ വിശ്വാസത്തിൽ നിൽക്കുന്നതുകൊണ്ട് സഹോദരൻ മിണ്ടില്ലായിരുന്നു. പക്ഷേ സഹോദരി ലൂക്കായുടെ സുവിശേഷം 7:7 വെച്ച് അവനോട് പ്രാർത്ഥിച്ചു, അവനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു, കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് പറയണം, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും, എൻ്റെ അനിയൻ സുഖപ്പെടുമെന്ന് പ്രാർത്ഥിച്ചു. ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2 കിഡ്നി സംബന്ധമായ രോഗവും മാറി, കുടൽ സംബന്ധമായ രോഗവും മാറി. ആഹാരമൊന്നും കഴിക്കില്ല, ഒരു തുള്ളി വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് കിടന്നവൻ ഇപ്പോൾ എല്ലാം കഴിക്കാൻ തുടങ്ങി. ഇപ്പം അവൻ നടക്കാനും അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. എത്ര വർഷമായിട്ടുള്ള രോഗം അത്? അനിയൻ്റെ രോഗം എത്ര വർഷമായിട്ടുള്ളതാ? 2 വർഷമായി. 2 വർഷമായിട്ടുള്ള കിഡ്നി സംബന്ധമായ രോഗം, കുടൽ സംബന്ധമായ രോഗത്തിൽ നിന്നും യേശു ക്രിസ്തു അവനെ സുഖപ്പെടുത്തി അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.